നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒളിമ്പിക്സിൽ കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അതിൽ പങ്കെടുത്ത മലയാളികളെക്കുറിച്ചുമാണ്. അതായത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ പങ്കെടുത്ത ഒളിമ്പിക്സ് 1924 പാരീസ് ഒളിമ്പിക്സാണ്. 1924 പാരീസ് ഒളിമ്പിക്സ്. മുൻപ് നമ്മൾ പഠിച്ച ക്ലാസ്സുകളിൽ ഒളിമ്പിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾ, അതുപോലെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പങ്കാളിത്തം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. പാരീസ് വീണ്ടും ഒളിമ്പിക്സിന് വേദിയാകുന്നത് 1900 ശേഷം 1924. 1924 ഒളിമ്പിക്സിലാണ് ഒരു മലയാളി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് CK ലക്ഷ്മണൻ. അത് പാരീസ് ഒളിമ്പിക്സിൽ. ലക്ഷ്മണൻ പങ്കെടുത്ത ഐറ്റം ഹർഡിൽസ്. CK ലക്ഷ്മണൻ പങ്കെടുത്ത ഐറ്റം ഹർഡിൽസ്. പക്ഷേ അദ്ദേഹത്തിന് മെഡലുകളൊന്നും നേടുവാൻ സാധിച്ചില്ല. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്നുള്ള നേട്ടം PT ഉഷയ്ക്കാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു PT ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തത്. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ ആണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഐറ്റം ഹർഡിൽസ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്നുള്ളത് PT ഉഷ 1980 മോസ്കോ ഒളിമ്പിക്സ്. ഇനി PT ഉഷ 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു പങ്കെടുത്തത്. ചോദ്യം വരുമ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്നുള്ളത് ഓർക്കുക. മോസ്കോ റഷ്യയുടെ തലസ്ഥാനം. ഇനി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത മലയാളികൾ, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത മലയാളികൾ ആരെന്ന് ചോദിച്ചാൽ ഷൈനി എബ്രഹാം, PR ശ്രീജേഷ്. ഈ ഷൈനി എബ്രഹാമും PR ശ്രീജേഷും 4 പ്രാവശ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത മലയാളികൾ ഷൈനി എബ്രഹാം ആൻഡ് ദെൻ PR ശ്രീജേഷ്. ഇനി ഷൈനി എബ്രഹാം പങ്കെടുത്ത ഒളിമ്പിക്സുകൾ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. 1984 ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയിലാണ്. അപ്പം ഷൈനി എബ്രഹാം പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. രണ്ടാമത്തെ ഒളിമ്പിക്സ് 1988 സോൾ ഒളിമ്പിക്സ്. സോൾ എന്ന് പറയുന്ന സ്ഥലം സൗത്ത് കൊറിയയാണ്. ഇനി സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന 1988 സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന സോൾ ഒളിമ്പിക്സിലായിരുന്നു ഷൈനി എബ്രഹാം രണ്ടാമതായിട്ട് പങ്കെടുത്തത്. പിന്നീട് ഷൈനി എബ്രഹാം പങ്കെടുത്ത മൂന്നാമത്തെ ഒളിമ്പിക്സ് 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. ബാഴ്സലോണ സ്പെയിനിലാണ്. പിന്നെ ഷൈനി എബ്രഹാം പങ്കെടുത്ത നാലാമത്തെ ഒളിമ്പിക്സ് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? US അപ്പോൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത മലയാളികൾ ഷൈനി എബ്രഹാം, പിന്നെ PR ശ്രീജേഷ്. ഷൈനി എബ്രഹാം പങ്കെടുത്ത ഒളിമ്പിക്സുകൾ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്, 1988 സോൾ ഒളിമ്പിക്സ്, 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. PR ശ്രീജേഷ് പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത മലയാളികളാണ് ഷൈനി എബ്രഹാം, PR ശ്രീജേഷ്. രണ്ടുപേരും 4 തവണ വീതം. PR ശ്രീജേഷ് പങ്കെടുത്ത ഒളിമ്പിക്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ PR ശ്രീജേഷ് പങ്കെടുത്തു, ലണ്ടൻ UK. പിന്നീട് 2016 ബ്രസീലിൽ വെച്ച് നടന്ന റിയോ ഡി ജനീറോ ഒളിമ്പിക്സിലും PR ശ്രീജേഷ് പങ്കെടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്.
2012 ലണ്ടൻ ഒളിമ്പിക്സിലും പങ്കെടുത്തു. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിലും പങ്കെടുത്തു. പിന്നീട് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ, ടോക്കിയോ ജപ്പാൻ, 2020 ടോക്കിയോ ഒളിമ്പിക്സിലും PR ശ്രീജേഷ് പങ്കെടുത്തു. അവസാനമായി 2024 പാരീസ് ഒളിമ്പിക്സിലും ഇദ്ദേഹം പങ്കെടുത്തു. പാരീസ് ഫ്രാൻസ്, ടോക്കിയോ ജപ്പാൻ, റിയോ ഡി ജനീറോ ബ്രസീൽ, ലണ്ടൻ UK. അപ്പോൾ PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ഒളിമ്പിക്സുകൾ 2012 ലണ്ടൻ ഒളിമ്പിക്സ്, 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ്, 2020 ടോക്കിയോ ഒളിമ്പിക്സ്, 2024 പാരീസ് ഒളിമ്പിക്സ്. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി, അദ്ദേഹത്തിൻ്റെ പേര് മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. ഇദ്ദേഹം PR ശ്രീജേഷിനെ പോലെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. 1972 മ്യൂണിച്ചിൽ വെച്ച് നടന്ന, മ്യൂണിച്ച് ജർമ്മനി, 1972 മ്യൂണിച്ചിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡൽ കിട്ടി. സ്വാഭാവികമായും അദ്ദേഹത്തിനും ബ്രോൺസ് മെഡൽ. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക്. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ആര്? PR ശ്രീജേഷ്. ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി മാനുവൽ ഫ്രെഡറിക്. രണ്ടാമതായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി PR ശ്രീജേഷ്. PR ശ്രീജേഷും ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. ഇദ്ദേഹം 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇദ്ദേഹത്തിന് ബ്രോൺസ് മെഡൽ കിട്ടി. എന്ന് വെച്ചാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന്, പുരുഷ ഹോക്കി ടീമിന് കിട്ടിയ മെഡൽ ബ്രോൺസ് മെഡൽ. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും PR ശ്രീജേഷിന് എന്ത് കിട്ടി? ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് ഇവിടെ. ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യ മലയാളി PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ 2 മെഡലുകൾ. മാനുവൽ ഫ്രെഡറിക് നമുക്കറിയാം 72 മ്യൂണിച്ച് ഒളിമ്പിക്സിലായിരുന്നു അദ്ദേഹത്തിന് ബ്രോൺസ് മെഡൽ കിട്ടിയത്. പിന്നെ നോക്കൂ, അങ്ങനെയെങ്കിൽ PR ശ്രീജേഷിന് 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ബ്രോൺസ് മെഡൽ കിട്ടി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡലായിരുന്നു നേട്ടം. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ, ശ്രദ്ധിക്കണം, ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി എന്നതിലുപരി ആദ്യ ഇന്ത്യൻ വനിത നമ്മുടെ സ്വന്തം PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു PT ഉഷയുടെ ഈ നേട്ടം. ശ്രദ്ധിക്കണം, PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1980 എന്നാൽ PT ഉഷ ആദ്യമായി ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയത് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു. PT ഉഷ പങ്കെടുത്ത ഐറ്റം അന്ന് ഹർഡിൽസ് ആയിരുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ, 1984 ലോസ് ഏഞ്ചൽസ് നമുക്കറിയാം, അമേരിക്ക. ഇനി ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ വനിത ഷൈനി വിൽസൺ തന്നെയാണ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഏന്തിയ വനിത ഷൈനി വിൽസൺ. അത് 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലായിരുന്നു. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്കായി ACE യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.